സുബിത ഗുഡ് ആഫ്റ്റർനൂൺ സർ. സ്കൂളിലാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എക്സ്ട്രാ ആക്ടിവിറ്റി ആയി കാരണം ക്ലാസ് ഇല്ല. അപ്പോൾ നമ്മൾ ഇവിടെ ലാബിലിരിക്കുക. ഇവിടെ ബഹളം കാരണം കേക്കില്ല ക്ലിയർ ആയിട്ടേ. ആനുവൽ ഡേയുടെ പരിപാടിയൊക്കെ പഠിക്കണത് ഈ ലാബിലാണ്. അപ്പോൾ ട്രെയിനിങ് ടീച്ചേഴ്സിനോട് ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ഓക്കെ. ഓ വെരി ഗുഡ് വെരി ഗുഡ്. എനിക്ക് തോന്നുന്നു ഹൗ ഡു യു ഫീൽ? ഗുഡ് ആഫ്റ്റർനൂൺ സാർ. മിന്നുവിനെ കഴിഞ്ഞ പ്രാവശ്യം കാണാത്തോടെ വിഷമിച്ചിരിക്കുകയാണ്. ഇന്ന് എനിക്ക് ആനുവൽ ഡേ നടക്കുക സ്കൂളില്. അത് കാരണം കയറാൻ പറ്റി. സാറിന്റെ ലാസ്റ്റ് ക്ലാസ് ആന്ന് പറഞ്ഞപ്പോ ഇന്ന് എന്തായാലും കയറാൻ പറ്റിയില്ലോ എന്നുള്ളൊരു സന്തോഷം. കഴിഞ്ഞ പ്രാവശ്യത്തെ റെക്കോർഡ് ക്ലാസ് കേട്ടായിരുന്നോ? ഇല്ല, കേട്ടിട്ടില്ല. ഇതും കൂടി കഴിഞ്ഞിട്ട് 2-3 ക്ലാസ് കേൾക്കാണ്ട്. അപ്പൊ അത് ഒരുമിച്ചിരുന്ന് പറഞ്ഞുപോയി. കാരണം എപ്പോഴെങ്കിലും റെക്കോർഡ് ക്ലാസ് കേൾക്കുമ്പോൾ കേൾക്കാം. സുബിതയോട് ചോദിച്ചു, നമ്മുടെ മിന്നു ഇപ്പോൾ ഇത് കാണുമ്പോൾ എന്ത് ഓർക്കും കേൾക്കുമ്പോഴൊക്കെ പറഞ്ഞിട്ട് ഞങ്ങള് മിന്നുവിനെ കുറിച്ചും കൂടി പരാമർശിച്ചു പോയിട്ടാണ് ക്ലാസ് ഞങ്ങൾ അവസാനിപ്പിച്ചത്. അതെയോ? ഞാൻ കണ്ടിട്ടില്ല, നോക്കാം. യെസ്. എങ്ങനെയുണ്ട് മിന്നു പോയ സ്ഥലത്തുള്ള അവസ്ഥ? എനിക്ക് KG സെക്ഷനാണ്. LKG UKG സെക്ഷനാണ്. അവർക്ക് പഠിപ്പിക്കണേക്കാളും കൂടുതൽ അവർക്ക് കഥ കേൾക്കണം എന്നുള്ളതാണ്. കഥ പറയൂ ടീച്ചറെ, കഥ, പാട്ട്, കഥ. അവർക്ക് പഠിപ്പിക്കണ്ട കുഴപ്പമില്ല, ഞങ്ങക്ക് കഥ കേട്ടാ മതി. അപ്പൊ ചെന്ന് കഴിഞ്ഞാ കുറച്ച് നേരം അവർക്ക് പഠിപ്പിക്കണം. അത് കഴിഞ്ഞിട്ടാ പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഫ്രീയാ. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ കഥ, കവിത, പാട്ടൊക്കെ പാടി ഇരിക്കാം. അങ്ങനെയാ. കുഴപ്പമില്ല. ഒരു നല്ലൊരു അനുഭവം പിള്ളേർക്ക്. നമ്മളുടെ അവരുടെ ടീച്ചറിന്റെ അടുത്ത് ചെല്ലലും ഇതൊക്കെ ഇല്ലേ ഇപ്പോ. നമ്മുടെ അടുത്ത് വന്ന് ടീച്ചറുടെ പേരെന്താ, വീട്ടിലാരാളെ, നമ്മുടെ സാരി പിടിച്ചു നോക്കല്, വള ഇടാത്ത എന്താന്നൊക്കെ ചോദിക്കലാണ് അവരുടെ പണി. കുഴപ്പമില്ല. എത്ര കുട്ടികളൊക്കെ 25 പേര്. എല്ലാ ക്ലാസ്സിലും 25 പേരാണ്. LKGയിലും UKGയിലും 25 പേരാണ്. അപ്പൊ അവർക്ക് സ്റ്റേറ്റാ. നമുക്ക് വിദ്യാനികേതന്റെ സിലബസ് ആണ് അവർക്ക്. അപ്പൊ നമുക്ക് എല്ലാ വിഷയവും പഠിപ്പിക്കണം. ഇംഗ്ലീഷും ഉണ്ട്. ഈ ഇംഗ്ലീഷ് വലിയ ഗ്രാമർ ഇല്ല, ചെറിയ സെന്റൻസുകൾ അത്രേ ഉള്ളൂ. പിന്നെ മലയാളം, EVSഉം മാത്സും എല്ലാ വിഷയവും എടുക്കണം. ഉച്ചയാകുമ്പോഴേക്കും എല്ലാത്തിനും ഒരാഴ്ച അവർക്ക് അത് തന്നെയാണ് ഫുള്ള്. തിങ്കളാഴ്ച തുടങ്ങി വെള്ളിയാഴ്ച വരെ ഒരേ പാഠം തന്നെയാണ്. അത് തറാക്കിയിട്ട് അവര് പിന്നത്തെ ആഴ്ച വേറെ പോവുള്ളൂ. മാത്സും എല്ലാം അങ്ങനെയാണ്. അത് തന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ല. മനസ്സിലോട്ടൊരു പാലം വരച്ചിട്ട് അതിനകത്ത് ഇടന്നിടയില്ലേ? അപ്പൊ ഇപ്പൊ ഭക്ഷണം കഴിക്കാനൊക്കെ കുട്ടികളെല്ലാം അവിടുന്നാണ് ഭക്ഷണം കൊടുക്കണതേ. അപ്പൊ ഒരു ഹാളിലാണ് ഫുള്ള് ഇരിക്കണത്. അപ്പൊ എല്ലാ ക്ലാസ്സിലും ഇപ്പൊ 2 ആഴ്ചയായി എല്ലാ ക്ലാസ്സിലും ഓരോ പ്രാവശ്യം കേറി ഞാൻ. അപ്പോ ടീച്ചേഴ്സിനെ കാണുമ്പോ ടീച്ചറേ എന്ന് പറഞ്ഞ് വിളിക്കും. ഭയങ്കര സന്തോഷാ അവർക്ക്. ടീച്ചറെ നാളെ ഏത് കഥയാ പറയാന്ന് ചോദിച്ചിട്ടാണ്. കഥ പറഞ്ഞു കൊടുക്കണത് ഇഷ്ടാവുക. കാരണം നമ്മുടെ പിന്നെ കഥകൾ കുറെ സ്റ്റോക്ക് ഉണ്ട്. അത് കാരണം കുറെ കഥയും ഡാൻസും പാട്ടൊക്കെ പാടിക്കൊടുക്കും. ചിലപ്പോ അതെ. ആനയുടെ ഒക്കെ കഥ പറഞ്ഞു തുടങ്ങിയാ ചിലപ്പോ ലാസ്റ്റ് വേറെ ഏതെങ്കിലും ജീവിയിലൊക്കെ എത്തും. അങ്ങനെയായിട്ട് നിക്കണം. ചെറിയ കുട്ടികളെ നമുക്ക് പിന്നെ എന്തും പറഞ്ഞാലും അവരിരുന്നോളും. ഭയങ്കര ആകാംക്ഷയോട് കൂടിയിട്ട് നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് ഇരിക്കും. ഇനി അടുത്തത് എന്താ പറയാൻ പോണേ എന്നുള്ളത്. ചില ആമ്പിള്ളേരുണ്ട്, അവര് പറയും ഗോസ്റ്റിന്റെ കഥ പറയൂ. അവർക്ക് അങ്ങനത്തെയൊക്കെ വേണ്ടാവും. പെൺകുട്ടികൾക്ക് മയിലിന്റെ കഥ, കാക്കയുടെ കഥ, അവരൊക്കെ അങ്ങനെ വന്ന് പറയും. ബാക്കി ആമ്പിള്ളേർ ദീപനൊന്നും കാണാറില്ലല്ലോ. ദീപം സാറേ പനിയാ, സൗണ്ട് ഇല്ല, അതുകൊണ്ടാണ് മെസ്സേജ് ഇട്ടത്.
ശരി ശരി ശരി. മരുന്നൊക്കെ വാങ്ങിയോ? ആ മരുന്നൊക്കെ വാങ്ങി Yes, കഴിച്ചു. സാറിന് yes. സുഖാണോ? ആ സുഖമാണ്. ദീപ എവിടെയെങ്കിലും പാക്കായോ? എന്താ? ഇവിടെ പോലെ എവിടെയെങ്കിലും ട്രെയിനിങ്ങിന് വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ അങ്ങനെ കേറിയില്ല. ഞാൻ അവിടെ സ്കൂളിൽ പോകുന്നുണ്ട് ജോലിക്ക്. ആ ഓക്കെ ഓക്കെ. അപ്പൊ എന്നോട് അന്ന് ഒരാൾ പറഞ്ഞിരുന്നല്ലോ ഞാൻ ആ, ഞാൻ സ്കൂളിൽ ജോലിക്ക് പോകുന്നുണ്ട്. ആ അടുത്ത വർഷത്തേക്ക് അവിടെ കൊടുക്കാന്ന് വിചാരിച്ചിട്ടാ. യെസ്. ഓക്കെ അവിടെ തന്നെ കിട്ടും. ഓക്കെ 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 വെരി ഗുഡ് വെരി അമൃതയില. ശരി. ആ ഓക്കെ 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 ഓക്കെ. വർഷ VS പറഞ്ഞോളൂ സർ. എത്ര നാളായി വർഷനെ കണ്ടിട്ട്, ശബ്ദം കേട്ടിട്ട്? ഞാൻ ഇത്രേ ഫസ്റ്റ് ജോലി തിരക്കായിരുന്നു. ഇപ്പൊ ട്രെയിനിങ്ങിന് കയറി കഴിഞ്ഞപ്പോഴും തിരക്ക് തന്നെയാണ്. യെസ്. എവിടെയാണ് കയറിയത്? ഭവൻസില്, തൃശ്ശൂര് ഭവൻസില്. ആ ഭവൻസ്. ഓക്കെ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. ഇന്ന് ക്ലാസ്സില്ല? ഇന്ന് ഉച്ചവരെ തന്നെയുള്ളൂ, 12:30 വരെ ഉള്ളൂ. 8:30 തൊട്ട് 12:30 വരെ. യെസ്. ഓക്കെ 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 വെരി ഗുഡ് വെരി ഗുഡ്. 8:30 to 12. ഇവിടെ ആ. ഇവിടെ ഭവൻസിന്റെ KG സെക്ഷനിൽ ഫുൾ അങ്ങനെ തന്നെയാണ്, തൃശ്ശൂര് ഫുള്ളും. ആ യെസ്. Then ഞാൻ ട്രെയിനിങ് കഴിഞ്ഞിട്ട് വേക്കൻസിയും കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ 3 കൊല്ലത്തേക്ക് ഭവൻസിൽ വേക്കൻസിയേ ഇല്ല. പിന്നെ ബേസ് ഒക്കെ കുഴപ്പമില്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞു ഓക്കെ ആണ്, പക്ഷെ വേക്കൻസി നമുക്കില്ല, എന്നാലും നമുക്ക് നോക്കാം. ഷാഡോ ടീച്ചേഴ്സ് ആയിട്ട് ഒരു ക്ലാസ്സിൽ 4-5 ഷാഡോ ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെങ്കിൽ അങ്ങനെ നോക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു ആ കുഴപ്പമില്ല. വേറെ ഒരു ദേവമാത, നിർമ്മലമാത ഒക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലായിടത്തും ഇപ്പൊ ഇച്ചിരി ഉള്ളതിൽ കുറച്ച് സാലറി പാക്കേജും കാര്യങ്ങളും ഉള്ളത് ഭവൻസിൽ മാത്രമേ ഉള്ളൂ, മോണ്ടിസോറി ആയതുകൊണ്ടേ. ഞാൻ പൊതുവെ പറയുകയാണെങ്കിൽ ടീച്ചേഴ്സിന് കുറച്ചും കൂടി സാലറി കൂട്ടണം. അത് ഭവൻസിൽ മാത്രമല്ല, ലോകം മുഴുവൻ, കേരളത്തിലും ഇന്ത്യയിലും ടീച്ചേഴ്സിന് അത്രയും സാലറി പൊതു ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്നാൽ നമുക്ക് നല്ല സ്ട്രെയിൻ ഉണ്ട്. ഒരു കാര്യം നമുക്ക് കുട്ടികളെ കൺവിൻസ് ചെയ്ത് കൊടുക്കാന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു അക്ഷരം, ഒരു A പഠിപ്പിക്കുമ്പോൾ വരെ നമുക്ക് അതിൻ്റെതായ നല്ല ബുദ്ധിമുട്ടുണ്ട്. അത്രയും ഇത് സത്യം പറഞ്ഞാൽ നമുക്ക് UP സെക്ഷനില്, ഹൈസ്കൂൾ സെക്ഷനിലൊന്നും വരുന്നില്ല. യെസ്. അത് ഈ KG UKG LKG സെക്ഷനിൽ നന്നായിട്ട് പഠിച്ചെങ്കിലാണ് മറ്റേ ക്ലാസ്സിൽ ചിലപ്പോൾ ഒരു ബേസ് ഉണ്ടാവുക. ഇപ്പൊ ഭാഷ പറഞ്ഞത് വെച്ചിട്ട് ഞാൻ കഴിയുമ്പോൾ നമ്മുടെ തന്നെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു കുട്ടി അതിന് ലുലു ഇന്റർനാഷണൽ ഗ്രൂപ്പിൽ സ്കൂളിൽ കിട്ടി. അനുഭവം പറഞ്ഞത് ഒരു പ്രാവശ്യം കോൺവെക്കേഷൻ 50,000 50,000 രൂപയാണ് എന്റെ ശമ്പളം. 50,000 rupees. ഇന്റർനാഷണൽ സ്കൂളാണ്. 50,000 rupees പെർ സാലറി. 50 വർഷം പറഞ്ഞില്ല. യെസ്. ശമ്പളം കൊടുക്കും. നന്നായിട്ട് പൈസ കിട്ടുമ്പോൾ നമുക്ക് കുറേ കൂടി ആത്മാർത്ഥത കിട്ടും. അത് വർക്ക് ചെയ്യാൻ നമുക്ക് തോന്നും. ഇവിടെ നമ്മൾ ആത്മാർത്ഥയിൽ തന്നെയാണ് കേട്ടോ സാർ. കാരണം കുട്ടികൾ ഭയങ്കര ജെന്യൂൻ ആയിട്ട് വന്ന ഓരോ കാര്യങ്ങൾ നമ്മുടെ അടുത്ത് പറഞ്ഞ് ഇത് ചോദിക്കുമ്പോഴേ നമുക്ക് അതിന്റെ എക്സ്ട്രാ അവർക്ക് ചെയ്ത് കൊടുക്കണം എന്നേ തോന്നിയിട്ടുള്ളൂ. കാരണം അവരുടെ പേരൻസ് നിൽക്കുന്ന സമയത്ത് പോലും ഇത് എന്റെ ടീച്ചറാണ്, ഞാൻ ടീച്ചറോട് ബൈ പറഞ്ഞിട്ട് വരാം, അങ്ങനെ കാണിക്കുമ്പോ നമുക്ക് തന്നെ തോന്നും അയ്യോ നമ്മളെവിടെയോ എത്തിയേക്കണോ. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ്. ഓക്കെ ഓക്കെ. ഐ വിൽ കം ടു യു. രാജേശ്വരി, യെസ് സർ. എവിടെയാണ്? സ്കൂളിലാണോ വീട്ടിലാണോ? ഞാൻ ഓഫീസിലാണ് സർ. ഓഫീസിൽ. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ക്ലാസ്സിൽ എന്താണ് പോകാൻ പറ്റിയിട്ടില്ല. ടീച്ചിങ് പ്രാക്ടീസിന് പോകാൻ പറ്റിയിട്ടില്ല. ഓക്കെ ഓക്കെ. ഇടയ്ക്ക് രാജേഷ് വന്നിങ്ങനെ എത്തി നോക്കിയിട്ട് ഓടി പോകുന്നത് ഞാൻ കാണാറുണ്ട്. അത് സർ, എനിക്ക് ഓഫീസില് ഇങ്ങനെ ആൾക്കാർ വരുമ്പോഴത്തേക്ക് സ്റ്റാഫ്, ഞാനൊരു വെഹിക്കിൾ ഇതാണ്. അപ്പോ എന്താണ് ഫീൽഡിൽ പോണവര് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോ ക്ലാസ്സിൽ കയറുന്ന സമയത്ത് ഉച്ച സമയത്തല്ലേ, അപ്പൊ അവര് ഫുഡ് കഴിക്കാനും പോകുമ്പോ പിന്നെ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ എനിക്ക് ക്ലാസ് പിന്നെ ചില സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അല്ലേ, എന്തായാലും എഴുതാതിരിക്കാൻ പറ്റില്ല. എഴുതാതിരുന്നിട്ട് പിന്നെ സാർ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിന് മറുപടിയും പറയാൻ പറ്റില്ല.
പിന്നെ ഞാൻ എന്താ ചെയ്യാ? അത് പറഞ്ഞാൽ പോലെ സാറേ ചോദ്യങ്ങൾ ചോദിക്കണ്ട കേട്ടോ. ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുമല്ലോ. യെസ് അല്ലേ? അതൊന്നും പേടിക്കണ്ട, അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യില്ലേ, ഇങ്ങോട്ട് പോയി നിങ്ങളുടെ അവസ്ഥകളൊക്കെ മനസ്സിലാവും. യെസ് അതൊക്കെ പറഞ്ഞാൽ മതി, നോ പ്രോബ്ലം. ഇടയ്ക്ക് ഇങ്ങനെ അഡീഷണൽ വന്നു പോകുന്നത് ഞാൻ കാണാറുണ്ട്. യെസ് സുബിത, സാർ ഇവിടെ ബഹളാണ്. ഞാൻ ലാബിലായിരിക്കണതേ, സംസാരിക്കാൻ പറ്റുന്നില്ല. സുബിത പറയണെങ്കിൽ ഞങ്ങൾ കറക്റ്റ് ആയിട്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. യെസ്. അപ്പോ ഈ ബാച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവരും എവിടെയെങ്കിലും ഒക്കെ പാക്ക് ആയിട്ടുണ്ട്. ഞാനപ്പോ നോക്കുമ്പോ വേറൊരു ബാച്ചിനെ കുറിച്ച് ഞാൻ പറഞ്ഞ അവര് വളരെ പക്വതയുള്ള ബാച്ച്. നിങ്ങള് വളരെ ഏറെക്കുറെ ലക്കിയാണ് നിങ്ങൾക്ക് ലക്കിയസ്റ്റ് ബാച്ച്, മോസ്റ്റ് ലക്കി എന്നാണ് ഞാൻ നിങ്ങളെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. ബാക്കിയുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് പോയി. ഓക്കെ, വർഷം എവിടെയെങ്കിലും കയറാൻ പറ്റും. എവിടെയെങ്കിലും ബാക്ക്. യെസ് മിന്നു. യെസ്. അപ്പോ ടുഡേ ഈസ് അവർ ലാസ്റ്റ് ക്ലാസ്. അതിന് കേറാൻ പറ്റിയല്ലോ എന്നൊരു സന്തോഷം. അതുകൊണ്ടാണ് മെയിനായിട്ട് ക്ലാസ്സിൽ കയറിയത് പോലും, സമയം ഉണ്ടാക്കി കയറിയത് പോലും ലാസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇന്ന് ജോബ് സാറിന്റെ ലാസ്റ്റ് ക്ലാസ് ആണ്, പറ്റുന്നവരൊക്കെ അടിച്ചു കയറി വന്നോളൂന്ന്. അതെ അതെ, ഞാൻ ആ മെസ്സേജ് കണ്ടോണ്ട് മാത്രം വന്നത്, ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് വരില്ലായിരുന്നു. ഞാൻ പറഞ്ഞു PGക്ക് സാറില്ല, ഡിപ്ലോമയുടെ ലാസ്റ്റ് ക്ലാസ് ആണ്, സാറിന്റെ ലാസ്റ്റ് ക്ലാസ് ആണ്, പറ്റണവരൊക്കെ കേറിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സുബിത ഉണ്ടായിരുന്നു, സുബിത ഞാനും മാത്രം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നത് കഴിഞ്ഞതിന് ശേഷം അപ്പൊ സുബിത പറഞ്ഞു ബുധനാഴ്ച മുതൽ ഞാൻ പോകട്ടെ സാറേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇന്നിപ്പോ സ്റ്റാഫ് റൂമിൽ കയറിയപ്പോ പറഞ്ഞത് സുബിതയെ കൂടി പോയാൽ ഇന്ന് മിക്കവാറും ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ പേരെ കാണാൻ സാധിച്ചിട്ടുണ്ട്. യെസ്, അപ്പൊ അതിന്റെ വളരെയധികം സന്തോഷകരമായ സംഭവം. അപ്പൊ മിന്നു, എന്താണ് മോണ്ടിസോറി ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് ലഭിച്ച മോണ്ടിസോറി ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ? വളരെയധികം ക്ഷമ പഠിച്ചു, പേടി മാറി, ഇംഗ്ലീഷിനോടൊരു ഇഷ്ടം. എന്നാലും ഇപ്പോ അത്യാവശ്യം സംസാരിക്കാൻ അത്ര കോൺഫിഡൻസ് ഇല്ലെങ്കിലും എന്നാലും കുറച്ചായിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്ന് പിടിച്ച് നിൽക്കാം എന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ട് പോകാം എന്നൊരു കോൺഫിഡൻസ് തോന്നി. അതെ അതെ, നമ്മള് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഇംഗ്ലീഷിന്റെ ഒരു ചെറിയ എന്തെങ്കിലും ഒരു ഇതായിട്ട് പഠിക്കണം. എന്നാലും ഇനി CBSE സ്കൂളിലൊക്കെ പയറ്റി നിൽക്കണമെങ്കിൽ ഇംഗ്ലീഷ് നന്നായി വേണം. സ്റ്റേറ്റില് പ്രശ്നമില്ല, സ്റ്റേറ്റില് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോ അവർക്ക് ആ കുട്ടികൾക്ക് മനസ്സിലാവണില്ല. അവര് നമ്മുടേതായ ഭാഷയിൽ പറയുമ്പോ അവര് എന്താ ടീച്ചർ പറഞ്ഞെന്ന് ചോദിക്കാണ്. ടോയ്ലറ്റിലേക്ക് പോണത് വരെ അവര് മലയാളത്തിലാ ചോദിക്കണേ. സ്റ്റേറ്റിന്റെ അവർക്ക് ഇംഗ്ലീഷ് അങ്ങനെ നിർബന്ധമില്ല, CBSE സ്കൂൾ പോലെ അല്ലല്ലോ. ചെറിയതൊക്കെ പഠിപ്പിച്ച് അങ്ങനെ 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 ഒരു ഡെമോൺസ്ട്രേഷൻ ഒക്കെ നടത്തി അങ്ങനെ കയ്യിലെടുക്കാം. അപ്പൊ അറിയാലോ, ഓട്ടോമാറ്റിക് ആയിട്ട് ചെറിയ ചെറിയ വർക്കുകളൊക്കെ പഠിച്ചു നോക്കുള്ളൂ. അത് നമ്മൾ ഈ സോഫ്റ്റ്വെയർ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് മെത്തേഡ്സുകൾ കാണാം. ഇനിയിപ്പോ നമ്മള് എക്സാം ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആവുമ്പോ സാറിന്റെ ഇംഗ്ലീഷ് ക്ലാസ്സിന്റെ കുറെ നോട്ടുകളും ക്ലാസ്സൊക്കെ ഒന്നും കൂടി ഒന്ന് എടുത്ത് റിവൈസ് ചെയ്ത് നോക്കണം. അതില് നമ്മള് കുറെ ഇംഗ്ലീഷ് ഇപ്പൊ ഗ്രാമർ അല്ലാണ്ട് വേറെയും കുറെ ഇംഗ്ലീഷുകളില് ഇത് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് ആദ്യം പൊടി തട്ടി ഒന്ന് എടുക്കണം. ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോ അത്യാവശ്യം പറയാം. പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കോൺസെപ്റ്റുകൾ നമ്മളിപ്പോ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പുതിയ ബാച്ച് തുടങ്ങിയിട്ട് അവരോട് പറഞ്ഞു, അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ
4 പേരുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒറ്റ മോഡലാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ എനിക്കത് മനസ്സിലായി, ഇവരത് യൂട്യൂബിൽ നിന്ന് അടിച്ചിട്ടേക്കുന്നത് അത് മനസ്സിലായി. ഞാൻ ഒറിജിനല് ഒരു സ്കൂൾ നടത്തുന്ന ആളാണെങ്കിൽ എനിക്കപ്പോ മനസ്സിലാവും ഇത് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇവർ എന്ത് ചെയ്തേക്കുന്നത്, എവിടെ നിന്നോ ഒരു കോമൺ ആയിട്ടുള്ള സാധനം കിട്ടി അത് തന്നെ മാറ്റി പറഞ്ഞിരിക്കുക. കാരണം ഇത് 4 കേൾക്കുന്നത് ഞാനാണ്. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഞാൻ അവരോട് പറഞ്ഞു, 4 പേരുടെ പേര് പറഞ്ഞു, നിങ്ങൾ എവിടെ സെലക്ട് ചെയ്തു? അപ്പൊ ഇത് ശ്രദ്ധിക്കും, ഇത് തന്നെയാണ് പ്രശ്നം. അടുത്ത ആള് സെലക്ട് ചെയ്യുന്ന അതേ സാധനം പിന്നൊരാള് അവിടെ. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്ത് അത് എടുത്തോ, പക്ഷെ അതൊന്ന് എഡിറ്റ് ചെയ്യും. അതൊന്ന് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾ വേറെ സ്റ്റൈലുണ്ട്, സംതിങ് ഡിഫറെന്റ്, ഒരു വ്യത്യസ്തമായ ഒരു സ്റ്റൈലും ഉണ്ട്. അപ്പൊ ഒരു കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമുക്ക് അപ്പൊ അത് നിങ്ങളുടേതാണ് എന്ന് അല്ലെങ്കിൽ സ്വയം നിങ്ങൾ പറയുന്നതാണ് എന്ന് കേൾക്കുന്ന ആർക്കൊരു ഫീലിംഗും. ചില കുട്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എപ്പോഴും ശ്രദ്ധിച്ചു, നമ്മൾ എവിടെയെങ്കിലും എന്തൊരു സാധനം കോപ്പി ചെയ്യുമ്പോഴും നമ്മൾ ചിന്തിച്ചോളാം ഇത് തന്നെ കോപ്പി ചെയ്യുന്ന വേറെ ആളുകളുണ്ടാകും. അപ്പോ ഞാനും ആ കുട്ടിയും ഒരുപോലെയാണ് എന്ന് മാനേജ്മെന്റ് ചിന്തിക്കരുത്. അപ്പൊ അതൊന്ന് എഡിറ്റ് ചെയ്യാൻ എപ്പോഴും നോക്കുമ്പോൾ എപ്പോഴും വളരെ ഉപകാരപ്പെടും. ഒരേ സംഗതി തന്നെ ആയിരിക്കും, ഒന്ന് എഡിറ്റ് ചെയ്ത് അതൊന്നും മാറ്റി. ഈ ടൈ ആൻഡ് യെല്ലോ റിബൺ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് സ്റ്റോറി ഉണ്ട്, കേട്ടിട്ടുണ്ടോ? സ്റ്റോറി ആരും പോയാൽ വേണമെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പൊ അതിൻ്റെ അകത്ത് ഒരു സംഭവം ഇങ്ങനെ പറയുന്നു. ഒരു കുട്ടി, ഞാനൊരു കഥ പറഞ്ഞു പോട്ടെ, ഞാനൊരു മുഖത്തിനാണ് പറഞ്ഞത്. ഒരു കുട്ടി ജയിലിൽ നിന്ന് വരികയാണ്. അപ്പൊ അവൻ പിതാവിന്റെ കത്ത് എഴുതുന്നു. ജയിലിൽ നിന്ന് വരുമ്പോ എല്ലാവരും എന്നെ സ്വീകരിക്കണമെന്നില്ല. അപ്പോ ഞാൻ ഇന്ന ദിവസം നമ്മളുടെ വീടിന്റെ മുന്നിലൂടെ പോകുമ്പോ എന്നോട് ഇപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ വീടിന്റെ മുന്നിൽ ഒരു യെല്ലോ റിബൺ അവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ റിബൺ കെട്ടിയിട്ടിട്ട് ഉള്ളത് ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇറങ്ങും. ഇല്ലെങ്കിൽ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും വീട്ടിലേക്ക് വരില്ല, ഞാൻ വേറെ എങ്ങനെയും അല്ലെങ്കിൽ വേറെ ഇത് പറയും. അപ്പൊ ഇങ്ങനൊരു കത്ത് വിട്ടുന്നുണ്ട്. അപ്പോ ഇവൻ വരുമെന്ന് പറഞ്ഞ ആ ദിവസം വന്നു. എങ്ങനെ വരുമെന്നൊന്നും അറിയാൻ പാടില്ല. അപ്പൊ അവൻ ഒരു ബസ്സിന് പോവുകയാണ്. അപ്പൊ ആ ബസ് പോകുന്നത് അവന്റെ വീടിന്റെ മുന്നിലൂടെ. അപ്പൊ അവന്റെ വീട് കാണാവുന്ന ആ സൈഡിലേക്ക് നിൽക്കുക. അപ്പൊ ബസ് ഇങ്ങനെ വരുന്നു, വീട് അടുത്തെത്താറായി. ഒരു യെല്ലോ റിബൺ അവിടെ കെട്ടിയിടാൻ പറയും, തയ്യാറ യെല്ലോ റിബൺ അങ്ങനെ 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 അടുത്തടുത്ത് വരണം. ഞാൻ ഈ കുഞ്ഞുങ്ങൾ പറയണത് ഇതൊക്കെ കുട്ടികളെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അവരെ ഡെവലപ്പ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സംഗതി. എന്നിട്ട് അവരോട് ചോദിക്കണം. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? അപ്പൊ അവര് പറയും അവരുടേതായ രീതിയിൽ. ഞാൻ വേറെ ഒന്ന് രണ്ട് കൂടി പറയട്ടെ. യെസ്. അപ്പൊ ഇതിങ്ങനെ വരെയാണ് വന്ന് അവിടെ വന്ന് നിന്നു. അവിടെ വന്ന് നിന്ന് കഴിഞ്ഞപ്പോ വീടിന്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോ അവൻ എന്ത് ചെയ്യുന്നു? ആ ബസ്സിന്റെ ഡോറിലൂടെ മറ്റേ വിൻഡോയിലൂടെ നോക്കി വീട്ടിലേക്ക് പോയി. വിന്നു, ഞാൻ വിന്നൂര് തരാനില്ല, എന്തായിരിക്കും അവിടെ കാണുന്നത്? വിന്നുവിന്റെ ഭാവം യെല്ലോ റിബൺ കെട്ടിയിടാനല്ലേ പറഞ്ഞേ? കെട്ടിയിട്ടുണ്ടാവില്ല തോന്നുന്നുണ്ട്. കെട്ടിയിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. യെസ്. അവൻ നോക്കി കഴിഞ്ഞപ്പോ കണ്ടത് വീട് മുഴുവൻ റിബണാണ്. യെസ്, വീട് മുഴുവൻ എന്താണ്? റിബണാണ്. അപ്പൊ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഏതെങ്കിലും കാരണവശാൽ ഒരു റിബൺ കെട്ടിയിട്ട് കഴിയുമ്പോ അത് എന്റെ മകൻ കണ്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ആ പിതാവ് എന്ത് ചെയ്തു? വീട് മുഴുവൻ റിബൺ കെട്ടിയിട്ടെങ്കിൽ അവരെന്തായാലും ഇവിടെ കയറാണ്ട് അവൻ പോകരുത്. അതുകൊണ്ട് വീട് കംപ്ലീറ്റ് റിബൺ കെട്ടി. അതാണ് കഥ. ഇത് ഒരു ഇംഗ്ലീഷ് കഥയാണ്. ഇനി മമ്മൂട്ടി അഭിനയിച്ച യാത്ര എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, യാത്ര. ആ സിനിമ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് ഏത് കഥയാണ്? ടൈ ആൻഡ് യെല്ലോ റിബൺ വരെ കഥയാണ്. അതിൻ്റെ അകത്ത് മമ്മൂട്ടി ജയിലിൽ നിന്ന് വരും, വഴിയരികിൽ നിൽക്കും. ഒരു ബസ്സില്ല, ഒരു ടൂറിസ്റ്റ് ബസ് വരും. ആ ടൂറിസ്റ്റ് ബസ്സിനുള്ളിൽ സ്കൂളിൽ പഠിക്കുന്ന ചെറിയ കുട്ടികളുണ്ട്. ഒരു അച്ഛനുണ്ട്, അത് അടൂർവാസിയാണ്. എനിക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകാനായിട്ടൊരു സീറ്റ് തരാമോ ചോദിക്കുന്നു.
അപ്പോ കയറിക്കൊള്ളാൻ പറയുന്നു. അങ്ങനെ മമ്മൂട്ടിയെ ബസ്സിൽ കയറി. ചെറിയ കുട്ടികളുടെ അപ്പൊ അവര് പാട്ടൊക്കെ പാടിയത് വണ്ടി പോയിക്കൊണ്ടിരുന്നു. ടൂർ പോണേ, എക്സ്കർഷൻ പോണതാണ്. അപ്പൊ അതിന്റെ ഇടയിൽ എവിടെയോ വെച്ച് മമ്മൂട്ടി ഈ പള്ളിയുടെ അച്ഛനോട് കഥ പറയുന്നു. കുട്ടികളും കേൾക്കുന്നു. അപ്പോൾ ലാസ്റ്റ് മനസ്സിലാവും അദ്ദേഹവും ജയിലിൽ നിന്ന് വരിക. അപ്പൊ അദ്ദേഹം തന്നെ കാമുകിക്ക് ഒരു കത്ത് എഴുതുന്നുണ്ട്. ഞാൻ ഇന്ന ദിവസം ജയിലിൽ നിന്ന് വരും. നീ ഇപ്പോഴും തന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കാണാറുള്ള ആ കുന്നിന്റെ അരികത്ത് ഒരു വിളക്ക് കത്തിച്ചു വെച്ചിരിക്കും. അവിടെ ചെറിയൊരു വിഗ്രഹം ഒരുപാട് അതിന്റെ അരികത്ത് ഒരു വിളക്ക് കത്തിച്ചു വെച്ചിരിക്കും. അങ്ങനെ ഒരു വിളക്ക് അവിടെ കത്തുന്നത് കണ്ടാൽ ഞാൻ അവിടെ ഇറങ്ങും. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു കടയിൽ. ഇതാണ് പറഞ്ഞേക്കാം. സിനിമ ആയതുകൊണ്ട് പിന്നെ തന്നെ ടെമ്പോയിൽ കൊണ്ടുവരും അല്ലെ, വണ്ടി വരുന്നു. അപ്പൊ കുട്ടികളും ഈ കഥ കേട്ടു. കുട്ടികളും ഇങ്ങനെ പുറത്ത് സിനിമ കണ്ട യാത്ര സിനിമയുടെ സീനിൽ അത് കാണിക്കുന്നുണ്ട്. ഇതിന്റെ കഥ. അപ്പൊ കുട്ടികൾ പുറത്തേക്ക് നോക്കിയാണ്. അടൂർ ബാസി അച്ഛനും പള്ളിയിലെ അച്ഛനും. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുന്നു, വിളക്ക് അവിടെ കത്തണേ, വിളക്ക് അവിടെ കത്തണേ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വന്നു. ആ മലയുടെ അരികത്ത് വരുമ്പോ ഈ തയ്യാനെല്ലാവരും കൂടി കണ്ട പോലെ ഒരു വിളക്കല്ല, ആ മല കംപ്ലീറ്റ് വിളക്ക് വെച്ചേക്കും. അപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഒരു സ്ഥലത്ത് കണ്ടൊരു സാധനമാണ്, അതൊരു എന്തായാലും ഡിഫറെന്റ് ആക്കി. എല്ലോ ഡിഫറെന്റ് പകരം വിളക്കാക്കി അങ്ങനെ ഡിഫറെന്റ് ആക്കിയില്ല. നമ്മളെപ്പോഴും കുട്ടികളുടെ സർഗവാസന അതിനെ നമ്മളിങ്ങനെ ബൂസ്റ്റ് ചെയ്യും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സുബിനോട് പറഞ്ഞാണോ എനിക്ക് കഴിയാൻ പറ്റില്ല, എന്നാലും ഞാൻ പറയുന്നത്. ഹസീന ഉടക്കുന്നു കേട്ടോ. യെസ്. അപ്പോ ഞാൻ പറയുന്നത്, നിങ്ങള് കുട്ടികൾ അവിടെ ഇരുത്തി എന്റെ കുട്ടികളോട് പറയുന്നത്, ഇതൊരു പരിശീലന കളിയുടെ ഭാഗം. കുട്ടികളോട് പറയണം, നിങ്ങൾ നിങ്ങളുടെ വീട്ടില് നിങ്ങൾ ചെയ്യുന്ന അമ്മ ചെയ്യുന്ന ഒരുപാട് ജോലികളൊക്കെ കണ്ടെത്തണം. അപ്പൊ നമുക്ക് അതിൽ നിന്ന് ഒരു ജോലിയുടെ ആക്ഷൻ വന്ന് കാണിക്കാം. ആര് വന്ന് കാണിക്കും? എന്തെങ്കിലും ഒരു പണി നമ്മൾ ആ രീതിയിൽ പിള്ളേർ സംസാരിച്ച് ലെവലാക്കി. അപ്പൊ ഒരു കുട്ടി വന്നു. ആ കുട്ടി വന്നിട്ട് ഇങ്ങനെ കാണിച്ചു, വെറുതെ ആക്ഷൻ. അപ്പൊ ബാക്കിയുള്ള അതൊക്കെ വട്ടം വളഞ്ഞിട്ട് ചെയ്യാൻ പറ്റും. നേരെ പറഞ്ഞത്. അപ്പൊ ഇതൊരു റൗണ്ട് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാലുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് വരുന്നത് എല്ലാവരും നല്ല രസം. ആ റൗണ്ടിൽ ഏറ്റവും ചെറിയൊരു സ്ഥലത്ത് മാത്രം ഗ്യാപ്പ് ഉണ്ടാവുന്നത്. അപ്പൊ അവിടെ ടീച്ചർ നിൽക്കുകയും ചെയ്യും. യെസ്. അപ്പൊ അവിടെ ഒന്ന് കുട്ടി വന്ന് അലക്കുന്ന കാണിച്ചു, നടുക്ക് വന്നിരുന്നത് കാണിച്ചു. ഓക്കെ. അപ്പൊ അടുത്ത കുട്ടിയോട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇവിടെ വന്ന് നമ്മുടെ മിനി ചെയ്യുന്നത് അടക്കുകയാണ്. ഇതിനോട് കണക്ട് ചെയ്യാവുന്ന വേറൊരു സംഭവം നിങ്ങൾ ആരെങ്കിലും ചെയ്യാവും. ഇതിനോട് കണക്ഷൻ വരും. അപ്പൊ വേറെ ചെയ്യും എന്ന് പറയുമ്പോ ഏതെങ്കിലും കുട്ടി വരും. അവൻ ചിലപ്പോ എന്ത് ചെയ്യും, ബക്കറ്റില് വെള്ളം ഇങ്ങനെ മുക്കുന്ന പോലെ കാണിക്കും. ചിലപ്പോ അപ്പൊ നമുക്ക് മനസ്സിലാവും ആ അലക്കിയ സാധനം ഇവിടെ കഴുകുന്നതാണ്, ഊരുന്നതാണെന്ന് മനസ്സിലായി. അടുത്തൊരു കുട്ടിയോട് പറയാണ്, നിങ്ങളുടെ ആരെങ്കിലും പറഞ്ഞത് ഇതിനോട് രണ്ടിനോട് കണക്ട് ചെയ്യുന്ന അടുത്തൊരു സംഭവം. അപ്പൊ വേറൊരു ആൺകുട്ടി വന്നിട്ട് അവൻ ഷർട്ടിന് ഇട്ട് കൊടുക്കുന്ന പോലെ കാണിച്ചു. വീട്ടിൽ കാണുന്നത് നിങ്ങൾ ചെയ്താൽ മതി. യെസ്. അത് അവരോട് ആരും പോകണ്ടെന്ന് പറഞ്ഞു, അവിടെ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ നിന്നു. വീണ്ടും നമ്മൾ ഇതിനെ പറഞ്ഞു കഴിയുമ്പോൾ അടുത്തൊരു കുട്ടി വന്നു. ആ ഒരു കുട്ടി വന്നത് ഒരു മൊബൈൽ പോലെ സാധനം കൈ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ആദ്യം വന്ന് അലക്കിയിരുന്ന ആളുടെ ചെവിട്ടിൽ ഒന്ന് വെച്ചു. യെസ്. അപ്പൊ അങ്ങനെ ചെവിട്ടിൽ വെച്ചോണ്ടിരിക്കുന്നത് കണ്ടു. സംഭാഷണം കൊണ്ടിട്ട് അപ്പൊ മനസ്സിലായി എന്തോ ഒരു ഫോൺ ആക്കിക്കൊണ്ടിരുന്ന സ്ത്രീക്ക് വന്നിട്ടുണ്ട്. ആ ഫോൺ കൊണ്ടായി കൊടുത്താൽ മനസ്സിലായി. യെസ്. ഓക്കെ. അപ്പൊ അങ്ങനെ നമുക്ക് എത്ര പേര് വഴി കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരോടും അവിടെ പോയി ഇരിക്കാൻ പറയാം. എല്ലാവരും പോയി പഴയ സ്ഥലത്ത്. എന്നിട്ട് ആദ്യം വന്ന കൊച്ചിനോട് നമ്മൾ വീണ്ടും ഒന്നുകൂടി വന്നത് കാണിക്കാൻ മതി. അപ്പൊ അവള് വീണ്ടും വരുന്നു. അത് ഒന്നുകൂടി അലക്കണ പോലെ ഇങ്ങനെ കാണിക്കും. എന്താ പറഞ്ഞത്, ഒരു ഡയലോഗ് കൂടി പറയണം. എന്തെങ്കിലും ഒരു ഡയലോഗ് അതുകൂടി പറഞ്ഞിട്ട് അത് കാണിക്കാൻ പറ്റും. അപ്പൊ ആ കുട്ടീനെ അലക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു, ഇഷ്ടം പോലെ അലക്കാനുണ്ട്, ഇന്ന് ഇലക്കി തീരുമോ ആവും. ഓക്കെ. അങ്ങനെ പറഞ്ഞിട്ട് അത് ചെയ്തു. അപ്പൊ രണ്ടാമതൊരു കുട്ടിയില്ലേ, ആ ഊരുന്നതായിട്ട് കാണിച്ചു. അവളോട് വീണ്ടും വരാൻ പറ്റിയ അവളോട് വന്നു ഊരുന്നതായിട്ട് അവളോട് പറയാം ഒരു ഡയലോഗ് എന്തെങ്കിലും പറഞ്ഞിട്ട് അത് ചെയ്തു. അപ്പൊ അവള് പറയും,
ഓ അമ്മേനെ കുറെ അധികം അലക്കാനുണ്ടല്ലോ, ഞാൻ സഹായിക്കാം, എന്നിട്ട് അത് കാണിക്കുന്നു. മൂന്നാമത് വന്നത് ഒരു ഷർട്ട് ഒരു പയ്യനാണ് കാണിച്ചത്. അപ്പൊ അവനോട് വീണ്ടും പറയുന്നു, അവൻ വീണ്ടും പറഞ്ഞു. അപ്പൊ അവനോടും പറയണം ഒരു ഡയഗ്രോം പറയണം. അപ്പൊ അവൻ പറയുന്നു, അതെ എന്റെ ഷർട്ട് പിന്നെ ആരൊക്കെ വിചാരിച്ചിട്ടാ, ഇത് അലക്ക്. ഒരു ഡയലോഗ് അവന് കൊടുത്തു. അടുത്തൊരാള് വന്നപ്പോ മൊബൈലായിട്ടാ വന്നത്. അപ്പൊ അവനോട് പറഞ്ഞത് ഒന്നും കൂടി വന്ന് വെക്കാം, ഒരു ഡയലോഗ് പറയാം. അപ്പൊ അവൻ വന്നിട്ട് പറയും, ചെവിട്ടിൽ വെച്ചിട്ട് പറയും, നിന്റെ ചേച്ചി എന്താണെന്ന് വെച്ചാൽ പറയും, വേറെ പണിയില്ല. ഓക്കെ, അറിയാതെ ഒരു സ്കിറ്റ് അവിടെ ഉണ്ടാകും, കുട്ടികളുടെ ഉള്ളിൽ നിന്ന് വരുന്നു. ചിലപ്പോ അവര് അങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ചില കുട്ടികൾ നമുക്ക് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരും, ഇന്നവൻ മിടുക്കനാണ്, ഇന്നതിന് പറ്റും, ഇന്ന കുട്ടി ഇന്നതിന് പറ്റും. അടുത്ത ഒരു സാധനം നമ്മൾ ഇറക്കുമ്പോൾ ഇവരോട് രണ്ടുപേരോട് പണം, എടാ ടീച്ചർ ഇന്നത് പറയും, അപ്പൊ നീ ഇന്ന പോലെ ചെയ്യണോണ്ട, ആരോട് പറയണ്ട. മറ്റവരോട് പറയാൻ, നീ ഇന്ന പോലെ ചെയ്യണോണ്ട, ടീച്ചർ പറയുമ്പോ ആരോടും പറയേണ്ടി വരും. അപ്പൊ അവനങ്ങനെ വന്നു കഴിയുമ്പോൾ അവന്റെ തലയിൽ ഒപ്പം തൊട്ട് അവനോട് ഇങ്ങനെ അടിച്ചപ്പോ അവന് മനസ്സിലായി ടീച്ചർ ഞാൻ ഇവരോടായി. അപ്പൊ അതാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ എഴുത്, നിങ്ങൾ പഠിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് അറിയാണ്ട് വരുന്നത്. കുട്ടികളുടെ അവര് കാണുന്ന ഒരുപാട് കാര്യങ്ങളാണ് വീട്ടില്. അവര് അവരുടെ അപ്പൂപ്പൻ നടക്കുന്ന പോലെ കാണിക്കും, അമ്മൂമ്മ നടക്കുന്ന പോലെ കാണിക്കും. കുട്ടികളുടെ അനുകരിക്കുന്നതാണ്. നിങ്ങൾ പറഞ്ഞ ചെറിയ കുട്ടികൾ ചെയ്ത് കണ്ടിട്ടുണ്ടാവും, കറക്റ്റ് ആയിട്ട് ഡിക്റ്റായിട്ട് അനുകരിക്കും. അപ്പൊ അതിന് നമുക്ക് ചില കുട്ടികളെ മാർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് പറയാൻ പറ്റില്ല, നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഒരു ഐസക്കൂടായിരിക്കും, ഒരു മൈക്കിളാഞ്ചലോയിരിക്കാം, മറ്റൊരു മമ്മൂട്ടിയായിരിക്കാം, മറ്റൊരു നെടുമുടി വേണമായിരിക്കാം, മറ്റൊരു മേധാ ഭട്ടറായിരിക്കാം, ആ ഇരിക്കുന്നതിലുണ്ടാവും. യെസ്, നമ്മൾ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് സ്പോട്ട് ചെയ്യാം. അപ്പൊ ഇത് ഞാൻ പറഞ്ഞൊരു മെത്തേഡ്, ഇതിനെ നിങ്ങൾ അഡോപ്റ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾ ഈ മെത്തേഡ് എടുത്തിട്ട് ഇതൊന്ന് മോഡിഫൈ ചെയ്തിട്ട് വേറെ ലെവലിൽ കൊണ്ടുവന്നു, വേറെ ലെവലിൽ വേറെ ലെവലായി. അപ്പൊ നമുക്ക് ഈ ഇരിക്കുന്ന കുട്ടികളില് നിങ്ങൾ 25 പേരില് വീണ്ടും എന്തൊക്കെ കഴിവുകളുള്ള എന്തൊക്കെ കുട്ടികളുണ്ടെന്ന് വീണ്ടും അറിയണം. ഇന്ന കുട്ടി ഇന്നതിനെ പറ്റി, ഇന്ന കുട്ടി ഇന്നതിന് അവിടെയാണ്, ഇന്ന കുട്ടി അത് ആരറിയണം, വീണ്ടും അറിയണം. ഞാനൊരു ഉദാഹരണം പറയുന്നു. നാളെ ആ സ്കൂളിൽ ഒരു ഷൂട്ടിങ് നടക്കുക. അപ്പൊ നമുക്ക് ഇത് പറയാൻ പറ്റിയ അല്ലെങ്കിൽ ഇതിനെ പറ്റിയ ഒരു കുട്ടി വേണമെന്ന് നിങ്ങൾക്ക് കറക്റ്റ് പറയണം. അവിടെ ഒരു അശോകരാജ് ഇരിപ്പുണ്ട്, ആ കുട്ടി അവന് എക്സ്പെർട്ടാണ്. കാരണം അവന് വീണ്ടും സ്പോട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുക ടാലന്റ് ആണ്. നമ്മൾ ആ രീതിയിൽ നമ്മൾ സ്പോട്ട് ചെയ്യാം. ഇത് പറഞ്ഞ ഒരു മെത്തേഡ്. ശുഭാജിഷ്ടു ജാൻസി ആന്റണി, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ സാർ, എനിക്ക് ഞാൻ സ്കൂളിൽ തന്നെ, അപ്പൊ സാറിന്റെ ഇന്ന് ലാസ്റ്റത്തെ ക്ലാസ് ആണ്, മെനുവിന്റെ മെസ്സേജ് കണ്ടു, അതുകൊണ്ട് പെട്ടെന്ന് കയറിയതാ. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. എനിക്ക് അതിനും വലിയ സന്തോഷമുണ്ട്. വർഷയും രാജേശ്വരിയും ഹസീനയും ജാൻസിയൊക്കെ വീണ്ടും കാണാൻ സാധിച്ചതിനുള്ള സന്തോഷം. പിന്നെ സാറേ ലാസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ഓടി വന്ന് കേറിയതാ. യെസ്, വെരി ഗുഡ് ജാൻസി. അവിടെ ഇത്രയും നാള് സാർ ഗുഡ് ആഫ്റ്റർനൂൺ. ഹസീന പറയൂ. സാർ ഗുഡ് ആഫ്റ്റർനൂൺ. യെസ്, ഹസീന ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അല്ലേ ഹസീന? കേറാറുണ്ട് സാർ, സാറിന്റെ ക്ലാസ്സിൽ കേറാറുണ്ട്. യെസ്, ഓക്കെ ഓക്കെ. നമ്മൾ തുടക്കത്തിൽ എത്ര പേരുണ്ടായെന്ന് ഓർമ്മയുണ്ട്? എത്രയോ പേരുണ്ടായതാണ് അല്ലേ? സാർ ഞാനും അങ്ങനെ ക്ലാസ്സിൽ നിന്ന് മെസ്സേജ് കണ്ടതുകൊണ്ട് ഓടി വന്ന് കയറിയതാ. യെസ്, ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. പിന്നെ പഠിപ്പിക്കാനൊക്കെ ഇനി സാർ വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുഖമാണ്, നല്ലതാണ്. പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് പോയിട്ട് ഞങ്ങളുടെ ഇവിടുത്തെ ഇംഗ്ലീഷ് ടീച്ചർ ലീവ് ആയതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് ടെക്സ്റ്റ് തന്നെ പഠിപ്പിക്കാൻ കിട്ടി. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് ഭയങ്കര സുഖം, എളുപ്പമാണ്. അങ്ങനെ വളരെ സന്തോഷമായിട്ട് പോകുന്നു. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ദിവസമൊക്കെ ഞാൻ സാറിനെയും എന്റെ പഴയ ഇംഗ്ലീഷ് ടീച്ചർമാരെ എല്ലാരെയും ഓർക്കാറുണ്ട്. പിന്നെ ഇവിടെ ഇപ്പൊ ഒരു പുതിയ ഇംഗ്ലീഷ് ടീച്ചറിന്റെ അടുത്താണ് ഞാൻ സ്റ്റാഫ് റൂമിൽ ഇരിക്കുന്നത്. അപ്പൊ ആ ടീച്ചർ എന്തായാലും ടിപ്പൊക്കെ പറഞ്ഞു തന്നു വിടും. നമ്മളെ ഇപ്പൊ ഒരു ദിവ്യ, ജൂലി, ജെൻസി, ദക്ഷ, അലീന,
ശ്രീധന്യ, രശ്മി, ജിസ്ന, അമിഷ, രമേശ്, ദീപ്തി, ദീപ്തിന്റെ പേര് സുധ, നിയാസ്, ഷെറീന, അങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞ കൂടാതെ കേട്ടാ നമ്മുടെ അന്ന് തുടക്കത്തിൽ നമ്മളുണ്ടായ ആളുകളാണ്. യെസ്, പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ആ ഒരു ടിപ്പ് എടുക്കാം. പിന്നെ നമ്മുടെ MT1 പഠിച്ചിരുന്ന ഒരു കുട്ടി, ആ കുട്ടി ഇടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്. അപ്പൊ അത് പറഞ്ഞൊരു കാര്യമാണ്, സാറേ ഞങ്ങൾക്ക് ഇപ്പൊ പുതിയൊരു പരിപാടി ഉണ്ട്, ടീച്ചർമാർ ഇംഗ്ലീഷ് പറയുന്നില്ല എന്നാണ് മാനേജ്മെന്റിന്റെ പരാതി. ഇപ്പൊ അതുകൊണ്ട് 3:30 ഞങ്ങൾ ടീച്ചർമാരെല്ലാവരും കൂടി HM-ന്റെ മുറിച്ചാണ് ക്ലാസ് കിട്ടുകഴിഞ്ഞാൽ വേറെ വീട്ടിൽ പോകാൻ പാടില്ല. ആ HM-ന്റെ മുറിയിൽ വെച്ച് 10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ടീച്ചർമാർ ഇംഗ്ലീഷിൽ സംസാരിക്കും. അത് HM-ക്ക്. അപ്പോ മിക്കപ്പോഴും ഒരു സബ്ജക്റ്റ് കൊടുക്കും, എന്തെങ്കിലും ഒരു വിഷയം, നാളെ ഇന്ന വിഷയം, അതിനെ കുറിച്ച് 2-3 വാചകം പറഞ്ഞാൽ മതി, ഒന്ന് പറയണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ അന്ന് കിട്ടിയ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ കുട്ടിയെ വിളിച്ചത്. ഇന്ന വിഷയോട് പറയണം. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, നല്ല വിഷയം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ 1-2 പോയിന്റുകൾ പറയാം, കാരണം ആരും അങ്ങനെ പറയില്ല, ഓർമ്മകളിൽ എടുത്ത് പറയുന്നത് അത് പറയാം. അപ്പൊ അത് വെച്ച് പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അത് പറഞ്ഞിട്ട് റിസൾട്ട് എന്താണെന്ന് പിന്നീട് പറഞ്ഞോട്ടാന്ന് പറഞ്ഞു. യെസ്. അപ്പൊ അങ്ങനെ ചില സ്കൂളുകൾ ചെയ്യുന്നു. ടീച്ചർമാര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 10 മിനിറ്റ് അത് കഴിയുമ്പോൾ അതും കിട്ടി. അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അപ്പൊ ജാൻസി, അതുപോലെ തന്നെ ശുഭ, ഇത് ചെയ്താൽ മതി. നമ്മൾ എപ്പോഴും ഇംഗ്ലീഷ് ചെയ്തുകൊണ്ടിരിക്കണം, എന്താണ് ശരിയാണ്. ഇംഗ്ലീഷ് ഒരു കാര്യം അല്ല വർഷം പറഞ്ഞുകൊണ്ടിരുന്നാലാണ്, സംസാരിച്ചുകൊണ്ടിരുന്നാലാണ് നമ്മൾ പഠിക്കും. അതല്ലെങ്കിൽ നമ്മൾ അതിനെ കുറിച്ച് അതങ്ങനെ വിട്ടുപോകും. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു മെത്തേഡ്, അലക്കുന്ന വീട്ടിലെ കാണിച്ചൊരു മെത്തേഡ് കാണിച്ചിട്ട് അത് നിങ്ങളൊന്ന് അഡോപ്റ്റ് ചെയ്ത് നോക്കാം. യെസ്. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഒക്കെ വാട്ട് അവർ നിങ്ങളത് വെച്ചിട്ട് വേറെ നോക്കിക്കഴിഞ്ഞാൽ വിദേശ സ്കൂളുകളിലൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതികളൊക്കെ നമുക്ക് കാണാം. യു ക്യാൻ അഡോപ്റ്റ്. യെസ്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ 2 കാര്യങ്ങൾ. കാരണം കുട്ടികളുടെ മാതാപിതാക്കന്മാർ പറയും ആ ടീച്ചറിന് മതി, അത് തന്നെ വേണം എന്ന് പറയും. അപ്പൊ നിങ്ങളെ അവിടെ നിലനിർത്തേണ്ടത് സ്കൂളിനെ സംബന്ധിച്ച് ഒരു ആവശ്യമല്ല, അത്യാവശ്യമായിട്ടുള്ള വി ആർ ദ ഇൻഎവിറ്റബിൾ ഫാക്ടർ. നമ്മളെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളായിട്ട് നമ്മളോടൊപ്പം. അതാണ് നിലനിൽപ്പിന്റെ പ്രശ്നം. യെസ്. മറ്റേ ശകുന്തളയ ദുഷ്യന്ത മഹാരാജാവ് ശകുന്തളയെ ഇഷ്ടമാണെന്ന് ആദ്യം പറയുന്നത് തോഴിയായിട്ടുള്ള പ്രിയമതയോടും മനസ്സുയോടും. അപ്പൊ അവര് പറഞ്ഞുള്ളൂ, അവര് ദുഷ്യന്ത മഹാരാജാവോട് പറയുക, അതായത് അങ്ങേക്ക് ധാരാളം ഭാര്യമാരുണ്ടാവും, കൂട്ടത്തിൽ ഒരു ഭാര്യയായിട്ടാണ് ശകുന്തളയെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ശകുന്തള അങ്ങയുടെ കൂടെ പറഞ്ഞില്ല. നേരെ മറിച്ച് ശകുന്തള അങ്ങ് ചെയ്യുകയില്ല. ശകുന്തളയെ രാജ്ഞിയാക്കാൻ വേണ്ടി, പട്ടമഹർഷിയാക്കാൻ വേണ്ടി മാത്രമേ. അപ്പൊ ദുഷ്യന്ത മഹാരാജാവ് അനസൂയയ്ക്ക് പ്രിയമതയ്ക്ക് വാക്ക് കൊടുക്കും. വെറുതെ രാജ്ഞിയായിട്ടല്ല, അല്ല വെറുതെ ഒരു ഭാര്യയായിട്ടല്ല, രാജ്ഞിയായിട്ടാണ് ഞാൻ പരിഗണിക്കുന്നത്. ഇങ്ങനെ പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ 26 ടീച്ചറുണ്ടാവും. പക്ഷെ അവര് പറയണം മിന്നു ടീച്ചർ എന്റെ ഡിഫറൻറ്റാണ്, അത് വേറെ ലെവലാണ്. വർഷ ടീച്ചർ അതൊക്കെ വേറെ ലെവലാണ്. യെസ്. അല്ലെങ്കിൽ ജാൻസി ടീച്ചർ അതൊക്കെ നമുക്ക് കയ്യെത്തി പിടിക്കേണ്ട അപ്പുറത്ത്, അതായത് റേഞ്ച് എന്ന് പറയുന്നതൊക്കെയാണ് നിങ്ങളുടെ വിഷയം. യെസ്. അപ്പൊ അതിനെന്ത് ചെയ്യണം? നല്ലൊരു ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ലൊരു വിദ്യാർത്ഥി. നമ്മളെപ്പോഴും കുട്ടി കാര്യങ്ങൾ പഠിച്ചു അപ്ഡേറ്റ് ആക്കി. നമ്മൾ വിചാരിക്കും സാധാരണഗതിയിൽ ഞാൻ പറയാം, നെഗറ്റീവായിട്ട് കുട്ടികളുണ്ട്. അപ്പൊ ടീച്ചർമാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. സാർമാർക്കും നമുക്കൊക്കെ അറിയാം. ഇത് ഒരു പ്രത്യേകതയില്ല. ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല. നമ്മൾ എന്ത് ചെയ്യുക, ഇത്രയും പാട്ട് പാടിയിട്ടുള്ള യേശുദാസ് പറയുന്നു, ഞാനിപ്പോഴും അതിന്റെ അരികത്ത് നിൽക്കുന്ന ഒരാളാണ്. കൂടുതൽ ഞാൻ മനസ്സിലാക്കിയിട്ട് പുള്ളി പറയണം. യെസ്. കാരണം അത് ഇനി മനസ്സിലാക്കാനുണ്ട്. ഒരു സാഗരം പോലെയാണ് സംഗീതം എന്ന് പറഞ്ഞത്. ഒരു അരികത്ത് നിൽക്കുന്ന ആളാണ് എന്ന് പറയുന്ന പോലെ നമ്മളെപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കണം. ചിലപ്പോൾ ചില ടിപ്സ് നമുക്ക് കിട്ടുന്നത് നമ്മളെക്കാൾ പ്രായമുള്ള
ചിലപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളിൽ നിന്നായിരിക്കും. യെസ്, ഈ തോപ്പിൽ ബാസി ഒരു നാടകം എഴുതിയിട്ടുണ്ട്. ആ നാടകം ഒരു അനുഭവം പറഞ്ഞു. ആ നാടകം ഒരു സ്ഥലത്ത് ഒരു ആളിന് അത് അവതരിപ്പിക്കുകയാണ്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഇന്റർവെൽ സമയത്ത് അവിടെ യൂറിനിലേക്ക് തോപ്പിൽ ബാസി പോയി. അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോ ഈ നാടകത്തിന് ഇന്റർവെൽ സമയത്ത് പല ആൾക്കാരും വന്ന് യൂറിൻ ബാസിൽ പോകുന്നു. അപ്പൊ അതിന് 2 പേര് പറഞ്ഞു, ഓ, നായകനും നായികയും തമ്മിൽ കാണുമ്പോൾ തന്നെ പറഞ്ഞു ഇത് എന്താണ്. അപ്പൊ തോപ്പിൽ ബാസി പറയുന്നു, ഞാൻ അപ്പോഴാണ് ചിന്തിച്ചത്, ശരിയാണ്, അങ്ങനെ അബദ്ധം എനിക്കേണ്ടി പറ്റില്ല. അപ്പൊ ഇത്രയും വലിയ ഒരുപാട് നാടകങ്ങളൊക്കെ ചെയ്തിട്ടുള്ള തോപ്പിൽ ബാസി പറയുന്നു, എനിക്ക് വേറൊരാൾ പറഞ്ഞു കേട്ടപ്പോൾ ഒരു പ്രേക്ഷകൻ യൂറിനൽ ഷെഡിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാനത് കേട്ടത്. പിന്നെ പുള്ളി എന്ത് ചെയ്യുന്നു, പുള്ളി പറയുന്നു, ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം ഈ ഇന്റർവെൽ സമയത്ത് ഈ ആളുകളുടെ ഇടയിൽ നടക്കും. അപ്പൊ അവര് പറയുന്ന അഭിപ്രായം കേട്ടു. അവർക്ക് എന്നെ അറിയില്ല എങ്കിൽ അവരിങ്ങനെ പറയുന്നു, അത് കറക്റ്റായ അഭിപ്രായമാണ്. നമ്മളെ കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ നമ്മളെ സുഖിപ്പിക്കാൻ പറയുന്നത് ശരിയായിട്ടുള്ള അഭിപ്രായം ചിലപ്പോൾ വേറെ. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം, ഈ സുഖിപ്പിക്കലിൽ കൂടുതൽ വീഴണം. അല്ലെങ്കിൽ ആ സുഖിപ്പിക്കൽ കേൾക്കുമ്പോൾ നമ്മൾ എത്തിയനുസരിക്കുകയാണ്. നമ്മളെപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. എന്നാലാണ് നമ്മൾ അപ്ഡേറ്റ്, അല്ലെങ്കിൽ നമ്മൾ കാലഘട്ടത്തിൽ മാസ്റ്റർ ടീച്ചറിന്റെ ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാല് അതുപോലെയല്ല, വേറെ ലെവലാണ് എന്ന് കുട്ടികൾക്ക് മനസ്സിലാവണം, കുട്ടികളുടെ മാതാപിതാക്കന്മാർക്ക് മനസ്സിലാവണം. അവിടെയാണ് നമ്മളെ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഫാക്ടറായിട്ട് മറ്റു. ഒരുപക്ഷെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഞങ്ങളുടെ നാട്ടില് ഭരതൻ എന്ന് പറയുന്ന ഒരു സാറുണ്ട്, മരിച്ചുപോയി. അദ്ദേഹം മഹാരാജ് കോളേജിന്റെ പ്രിൻസിപ്പലായി, എറണാകുളം മഹാരാജ് കോളേജിന്റെ പ്രിൻസിപ്പലായി. അപ്പൊ അദ്ദേഹം ഞങ്ങളുടെ ഈ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിന്റെ അവിടെ ഒരു 15 കിലോമീറ്റർ അപ്പുറത്താണ് താമസിക്കുന്നത്. അപ്പൊ അദ്ദേഹം പൊളിറ്റിക്കൽ സയൻസ് അതാണ് വിഷയം പഠിപ്പിച്ചത്. അപ്പൊ അദ്ദേഹം MA ഇക്കണോമിക്സ് ആണ്, MA പൊളിറ്റിക്സ് ആണ്, MA ഹിസ്റ്ററിയാണ്, LLB ആണ്. ഇതാണ് പുള്ളിയുടെ ക്വാളിഫിക്കേഷൻ. അപാര ജീനിയസ് ആയിരുന്നു. പുള്ളിയുടെയൊക്കെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിയുമ്പോഴുണ്ട് 4 or 5 പുസ്തകം വായിച്ച എഫക്റ്റാണ്. കാരണം അതുപോലെയാണ് പുള്ളിയുടെ ക്ലാസ്. പിന്നെ കുഴപ്പമൊന്നും രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെ പുള്ളി ക്ലാസ് നോക്കും. അതൊക്കെയാണ് പുള്ളിയുടെ പ്രത്യേകത. പൊടിക്കും എക്സെൻട്രിക് ആയിട്ടുള്ള മോഡലുകളും. പക്ഷെ ആ ക്ലാസ് ഓരോ കാര്യങ്ങളും പറയും. ഈ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയും. അതിന്റെ അകത്തൊരു ചെറിയൊരു കഥാപാത്രം ഉണ്ടെങ്കിൽ ആ കഥാപാത്രത്തിന് അപ്പൊ ഒരു വേലക്കാരൻ എന്ന് പറയും. പക്ഷെ ഒരു വേലക്കാരനെ പറയാം. അതിന്റെ പേരും കാര്യങ്ങളും എന്തുകൊണ്ട് ആ പേര് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ പല കാര്യങ്ങൾക്ക് ചർച്ച ചെയ്യാനും ഡിബേറ്റിനൊക്കെ വേണ്ടിയിട്ട് സാധിച്ചു വരാറുണ്ട്. എന്തുകൊണ്ടത് ഈസ് എ ടാലന്റ് പേഴ്സൺ. നമ്മൾ പറഞ്ഞ വി ഷുഡ് ബി ദ ടാലന്റ് പേഴ്സൺ. ബാക്കിയുള്ള 26 ടീച്ചറുണ്ട്, ടീച്ചറില്ല എന്നുള്ളതല്ല. സംതിങ് അതിനുവേണ്ടി നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ ആ എടുക്കുന്ന നിങ്ങൾ ചെയ്യുന്ന ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷനോട് രീതി വെച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് റെഡിയായിരിക്കും. ഒരു ദിവസം ഒരു കാര്യമെങ്കിലും പുതിയതായിട്ട് നമുക്കറിയാം. പുതിയതായിട്ട് എന്തെങ്കിലും യെസ് എപ്പോഴും നമുക്ക് യെസ് ഓർമ്മ ലാസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു. യെസ് അപ്പൊ എങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽപ്പിന്റെ പ്രശ്നം കൂടി നമ്മുടെ കയ്യിൽ അതുകൂടി നമുക്ക് എസ്റ്റാബ്ലിഷ് ആക്കാനാണ് പറ്റും. യെസ് അപ്പൊ മിന്നു പല പല മെത്തേഡുകളൊക്കെ ക്ലാസ്സിൽ അഡോപ്റ്റ് ചെയ്തിട്ട് കുട്ടികളെയൊക്കെ ഒന്ന് മനസ്സിലൊന്ന് അവിടെ ഏതൊക്കെ ടാലന്റ് ഉള്ളതാണ് എന്ന് തിരിച്ചു വെക്കൂലേ? അവര് കൂടുതലും പെൺകുട്ടികൾക്ക് കൂടുതലും ഡാൻസ് ആണ്. അവര് വന്നിട്ട് ടീച്ചറെ ഞാനൊരു ഡാൻസ് കളിക്കട്ടെ. പിന്നെ ഇപ്പൊ അവർക്ക് ആനുവൽ ഡേയുടെ റിഹേഴ്സൽ നടക്കാൻ അവർക്ക് നമുക്ക് കാട്ടി തരാനായിട്ട് കൂടുതൽ ഉത്സാഹം. ഞങ്ങൾ അത് പഠിക്കുന്നുണ്ട്, ഇത് പഠിക്കുന്നുണ്ട്. ആൺപിള്ളേര് പിന്നെ ഞാൻ അവനെ എങ്ങനെ ഇടിക്കും, ഞാൻ ഇങ്ങനെ ചാടും, ഡെസ്കുമ്മ കയറി ഇങ്ങനെ ചാടും എന്നൊക്കെ പറഞ്ഞിട്ട് അവര് വലിയ സൂപ്പർ ഹീറോകളായിട്ട്
കാട്ടിത്തരും. പെൺകുട്ടികള് വന്നിട്ട് നമ്മുടെ അടുത്ത് നിന്നിട്ട് ടീച്ചറെ ഞാൻ പാട്ട് പാടും. കുറേ കുട്ടികൾ നല്ലോണം പാട്ട് പാടുന്നുണ്ട് കേട്ടാ. ഡാൻസ് കളിക്കുന്നവരുണ്ട്. പിന്നെ ഒക്കെ ഇങ്ങനെ നാട്ടുപ്രദേശത്താവുക കാരണം എല്ലാവർക്കും ഭയങ്കര സ്നേഹ യെസ്. കുട്ടികൾക്ക് ടീച്ചർമാരോട്. ഇങ്ങനെ വന്ന് നമ്മുടെ മടിയിലൊക്കെ എത്തും. അപ്പൊ അവിടുത്തെ സ്ഥിരം ടീച്ചർമാര് പറയും മടിയിലൊന്നും ഇരുത്തി പഠിപ്പിക്കണ്ട കേട്ടോ എന്ന് പറയും. അവരത് സ്ഥിരാക്കും. മടിയിലൊന്നും ഇരുത്തണ്ട. എനിക്ക് പിന്നെ പൊതുവെ പെൺകുട്ടികളോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. അത് കാരണം ഞാൻ അങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ മുടിയൊക്കെ കെട്ടി കൊടുക്കുമ്പോ ഓരോരുത്തർ എന്റെ മുടിയിൽ തൊട്ടില്ലല്ലോ, എന്റെ പൊട്ട് ശരിയാക്കിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വരും. കുഞ്ഞു കുട്ടികളല്ലേ, നിഷ്കളങ്കരും മനസ്സിലൊന്നുമില്ലാത്ത കളങ്കമില്ലാത്ത പിള്ളേരല്ലേ. ആൺപിള്ളേര് ബിരുദന്മാരാ. അവർക്ക് നമ്മള് സൂപ്പർ ഹീറോന്റെ ഓരോ കഥയൊക്കെ പറഞ്ഞു കൊടുക്കണം. ബോർഡുമ്മ ഞാനിപ്പോ ചെന്നന്നൊക്കെ പടം വരയ്ക്കാനായിട്ട് കൊടുത്തപ്പോ അവര് പറഞ്ഞു ഞങ്ങക്ക് സൂപ്പർ ഹീറോയുടെ കുറെ പേരൊക്കെ പറഞ്ഞു, അതൊക്കെ വരച്ചു തരണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊക്കെ അത് ടീച്ചർക്ക് നോക്കിയിട്ട് വേണം, എനിക്ക് അറിയില്ല, നോക്കിയിട്ട് പറഞ്ഞു തരാട്ടോ എന്ന് പറയും. ഇഷ്ടാണ് അവർക്ക്. ഒരു ദിവസം ഓരോ ക്ലാസ്സിൽ ഓരോ ദിവസം ചെല്ലുമ്പോ ഉച്ചയ്ക്ക് കാണുമ്പോ ചോദിക്കും എന്താ ടീച്ചർ ഇന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ വരാഞ്ഞേ, ഇന്ന് വേറെ ക്ലാസ്സിലേക്കാണോ പോയേ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയാം ഇന്ന് ആ ക്ലാസ്സിലേക്കാ പോയേ, നാളെ വരാട്ടാ എന്ന് പറയും. കണ്ടു കഴിഞ്ഞ് ഓളിയിട്ട് വിളിക്കും മിന്നു ടീച്ചറേ മിന്നു ടീച്ചറേ എന്ന് പറഞ്ഞിട്ട് ഓടി വരും ചെല്ലുമ്പോഴേക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. ക്ലാസ് എടുത്തിട്ട് എനിക്ക് ചുമയൊക്കെ വന്നപ്പോ വെള്ളം വേണോ ടീച്ചർക്ക്, വെള്ളം വേണോ ടീച്ചർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളമൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ നല്ല സ്നേഹമാണ്. നമുക്ക് നേരം പോണത് അറിയില്ല. പക്ഷെ ബിരുദന്മാരും ഉണ്ട്, പറഞ്ഞനുസരിക്കാത്ത, ഡെസ്കൊക്കെ എടുത്ത് പൊക്കി ഇടി കൂടണവര് ഒക്കെ ഉണ്ട്. ഭയങ്കര ആമ്പിള്ളേരെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. നോക്കട്ടെ, ഈ ബിരുദന്മാരില്ലേ അവര് ഭയങ്കര അവര് നമുക്ക് കൂട്ടാൻ പറ്റും. നമ്മള് തള്ളിക്കളയുന്നിടത്തല്ല ബിരുദ ഓക്കെ അവരെ നമ്മൾ പരിഹരിച്ചു എന്ന് പറഞ്ഞിട്ട് അത് അവരെ നമ്മൾ ചേർത്ത് നിർത്തുമ്പോഴാണ് പിന്നെ അവര് ടീച്ചർ പറയുന്നതിന് അപ്പുറത്തേക്ക് മാറുന്നത്. അതുപോലെ അവർക്ക് പിന്നെ കഥ പറയുമ്പോ ഭയങ്കര ക്യൂരിയോസിറ്റി ആട്ടാ. അങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. നമ്മൾ ഇനി അടുത്തത് എന്താ പറയണേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ നമ്മളിങ്ങനെ ഇടയിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോ ചിലവര് പറയും. അപ്പൊ ഞാൻ ഓരോ മൃഗത്തിനൊക്കെ പേരിട്ടിട്ടൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ ചോദിക്കും ഞാൻ ആ മൃഗത്തിന് എന്ത് പേരാ ഇട്ടുണ്ടായിരുന്നേ ചോദിക്കുമ്പോ അവര് പറയും ഇന്നതല്ലേ ടീച്ചറെ, എന്റെ വീട്ടിൽ എന്നെ ഇങ്ങനെയാ വിളിക്കുക. അപ്പൊ അത് കേൾക്കുമ്പോ അപ്പുറത്തുള്ള പിള്ളേര് ടീച്ചർ എന്റെ പേര് ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാ വിളിക്കുക വീട്ടില്. അപ്പൊ ടീച്ചറേനെ എന്താന്ന് വീട്ടിൽ വിളിക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. നേരം പോണത് അറിയില്ല. സാർ ഇംഗ്ലീഷ് ക്ലാസ് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഉണ്ട് സാർ. നമ്മൾ പണ്ടൊക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ ഇപ്പൊ കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. അത് കാരണം ഇപ്പൊ മോനിപ്പോ ഇതേ സബ്ജക്റ്റാ എടുക്കണം. ഇംഗ്ലീഷ് ഈ ഗ്രാമർ നമ്മൾ പഠിക്കണതാണ്. അതുകൊണ്ട് പഠിപ്പിച്ചെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയാറ്. പഠിച്ചതൊക്കെ ആദ്യം മറന്നിരുന്നല്ലോ ഇംഗ്ലീഷ്. പിന്നെ സ്കൂളിൽ പഠിപ്പിക്കാൻ പോയപ്പോഴും അതുകൊണ്ട് നല്ല ഉപകാരമായി. സാറിന്റെ ക്ലാസ് സിമ്പിൾ ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ ഉപകാരത്തിൽ കൊണ്ടിട്ടുണ്ട് അല്ലേ? ഉണ്ട് സാർ. വെരി ഗുഡ്. ജാൻസി ആന്റണി ഇത് പറയുന്നു. ജാൻസിക്ക് എങ്ങനെ തോന്നി? സാറേ ക്ലാസ് ഒക്കെ നല്ല ക്ലാസ് ആണ്. ഞാൻ എല്ലാ ദിവസവും കയറിയില്ലെങ്കിലും എല്ലാ റെക്കോർഡ് ക്ലാസ്സുകളും കാണാറുണ്ട്. എല്ലാ ദിവസത്തെയും ക്ലാസ്സുകൾ ഞാൻ ഒരു വാക്ക് പോലും വിടാതെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എന്റെ ഇളയ മോനും ഞാൻ ക്ലാസ്സിൽ കയറുന്ന സമയത്ത് അവനും കൂടെ കയറുമായിരുന്നു. അവൻ എപ്പോഴും പറയും സാറിന്റെ ക്ലാസ്സുകളെല്ലാം വളരെ നല്ല ക്ലാസ്സുകളാണ്. ഗ്രാമർ സാറ് യൂട്യൂബിൽ ഒരു ക്ലാസ്സിന്റെ ഒരു ചാനൽ തുടങ്ങിയാൽ സാറിന് ഇഷ്ടംപോലെ പിള്ളേർ ഇത് കേൾക്കാനും പഠിക്കാനും കാണുമെന്നോട് എന്റെ മോൻ അഭിപ്രായം പറയാറുണ്ടായിരുന്നു. അതെ, രണ്ട് രീതിയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ചിലപ്പോ കുറെ ആൾക്കാർക്ക് ഇതൊക്കെ എനിക്ക് അറിയാവുന്നതല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. കാരണം നമ്മുടെ ഇതിൻ്റെ അകത്ത് നല്ല ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഒരുപാട് നാളും ഇതിൽ വിട്ടു നിന്ന ആളുകളുണ്ടായിരുന്നു. പിന്നെ പ്ലസ് ടു പാസ്സാവാത്ത എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരെയും കൂടി യോജിപ്പിച്ചു കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ
അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ആദ്യത്തെ ക്ലാസ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞത് എല്ലാവരും ഉണ്ട്. അപ്പൊ അത് ആ ഒരു ലെവലിൽ കാണണം എന്നൊക്കെ നമുക്ക് സഹകരിച്ച ആൾക്കാരാണ്. കാരണം എല്ലാവരും അതിനൊരു വളരെ കോപ്പറേഷൻ ഉള്ള ആൾക്കാരാണ്. സുബ എന്തോ സാർ സാർ എനിക്കും വളരെ ഉപകാരപ്രദമായ ക്ലാസ് ആയിരുന്നു. ഒന്നാമത് ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടി തന്നെ പോയില്ലോ, അതൊരു ഭയങ്കര അതിശയമായിരുന്നു എനിക്ക്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പോകുമെന്ന്. വിചാരിച്ചിട്ടുമില്ല, ആഗ്രഹിച്ചിട്ടുമില്ല. അതാണുള്ള സത്യം. പേടിയുണ്ടേ, നമുക്കറിയത്തില്ല എന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത്. നമുക്കറിയത്തില്ലാത്ത ഒരു കാര്യം നമ്മൾ വേറൊരാളെ എങ്ങനെ പഠിപ്പിക്കും അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് നമ്മൾ ഇരിക്കുന്നത്. അപ്രതീക്ഷിതമായി ഇത് എന്റെ മുമ്പിലേക്ക് എത്തി. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നറിയോ, പ്രത്യേകിച്ച് ഗ്രാമർ അല്ലേ, അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ ടെക്സ്റ്റ് എടുത്തു വെച്ച് ഞാൻ ആദ്യം എല്ലാ ദിവസവും സാറ് പഠിപ്പിച്ച കാര്യങ്ങൾ പഠിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്കൂളിലേക്ക് പോകുന്നത്. അതെന്നോട് വേറെയും നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. സാറേ ഞാനേ വെറുതെ ഒരു ദിവസം പറഞ്ഞു അങ്ങനെ ആദ്യം നമ്മുടെ ടെക്സ്റ്റ് എടുത്ത് ആദ്യം സാറ് പഠിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ അവിടെ ചെന്ന് നമ്മൾ ഇംഗ്ലീഷ് തന്നെ എടുത്ത് പിന്നെ ക്ലാസ് ഒക്കെ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാതെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ചു പോകും. ഞാൻ തന്നെ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, അയ്യോ ഞാൻ തന്നെയാണോ പറഞ്ഞതെന്ന്. ചെറിയ പിള്ളേരല്ലേ, അപ്പൊ നമുക്ക് ചെറിയ ചെറിയ ഇംഗ്ലീഷുകൾ മതിയല്ലോ, അത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഇതിലേക്ക് വരും. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഇത്രയും നാള് പറയാത്ത ഒരു കാര്യം ഇപ്പൊ ഞാൻ പറയുന്നോന്ന്. അപ്പൊ ഞാൻ സാറിനെ കുറിച്ച് ഓർത്തു. വളരെ നല്ല ക്ലാസ്സുകളായിരുന്നു. പിന്നെ ഈസി ആയിരുന്നു. നമുക്ക് ഏതൊരു ഇംഗ്ലീഷ് ടീച്ചറും വന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോൾ എല്ലാ ടീച്ചർമാരും കുറച്ച് അവർക്കറിയാവുന്ന കാര്യങ്ങൾ കുറച്ച് അവർക്ക് എന്തോ കുറെയൊക്കെ അറിയാമെന്ന് നമ്മളെ അറിയിക്കാനുള്ള ഒരു ടെൻഡൻസി എല്ലാ അധ്യാപകരിലും ഉണ്ട്. പക്ഷെ ഇത് അങ്ങനെ ഇല്ലാതെ കുറച്ച് സിമ്പിൾ ആയിട്ട് പഠിപ്പിച്ചതുകൊണ്ട് നമുക്കത് മനസ്സിലായി. അപ്പൊ ഞാനും അതുകൊണ്ട് ക്ലാസ്സിൽ ചെന്നപ്പോൾ ആദ്യം ചിന്തിച്ചത്, നമുക്ക് എന്തെങ്കിലും അറിയാമെന്ന് കാണിക്കുന്നതല്ല, പകരം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നവർക്ക് എന്തെങ്കിലും മനസ്സിലാകുന്ന രീതിയിൽ പഠിപ്പിക്കണം എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടായി. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാത്തതും ഉണ്ടാകും. പക്ഷെ നമുക്ക് എന്തറിയുന്നു എന്നതിലല്ല, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നതിലാണ് ഒരു അധ്യാപകന്റെ ഒരു അധ്യാപികയുടെ വിജയം ഇരിക്കുന്നതെന്ന് ഞാൻ സാറിൽ നിന്നുമാണ് പഠിച്ചത്. അത് സാറിന്റെ ഒരു വലിയ ക്വാളിറ്റിയാണ്. എന്തായാലും ഞങ്ങൾക്ക് ഈ ഒരു വർഷം ഇങ്ങനെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതിന് പഠിപ്പിച്ചതിന് എല്ലാത്തിനും ഞങ്ങളുടെ ഈ മൊത്തം ബാച്ചിന്റെയും ഞങ്ങൾ എല്ലാവരുടെയും ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി ഞാനിവിടെ സാറിനോട് പറയുവാണ്. ഈ വേറൊരു ക്ലാസ്സിൽ ഞാനിങ്ങനെ ഇങ്ങനെ ഗ്രാമത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ വീടിന്റെ മുന്നില് റോഡ് സൈഡൊക്കെ ഒരു ബോർഡ് അവിടെ തൂക്കിയിട്ട് ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കും. യെസ്, അത് വേറെ ഒന്നും പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് ഗ്രാമർ പഠിച്ചാൽ മതി. അതായത് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. സാറ് പോകാൻ നേരം പറഞ്ഞില്ലേ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടിയെ നമ്മുടെ കയ്യിലെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ വിജയം. ഞാൻ ഇച്ചിരി വലിയ കുട്ടികൾ 5ഉം 6ഉം 7ഉം. പിന്നെ ഇപ്പത്തെ പിള്ളേരല്ലേ സാർ, ജെൻസി പിള്ളേര്, ന്യൂജൻ പിള്ളേര്. നമുക്കൊന്നും ഇവരെ മേയിക്കാനായിട്ട് പറ്റത്തില്ല, നമ്മൾ പരാജയപ്പെട്ടു പോകും. ഞാനൊക്കെ ആദ്യം ചിന്തിച്ചു, ദൈവമേ ഇത് എന്ത് 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സും ഒക്കെയാ, ഞാൻ 5ലും 6ലും ഒക്കെ പഠിക്കുമ്പോ ഞാൻ ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്ന്. അത് കഴിഞ്ഞ് എനിക്ക് പിന്നെ മനസ്സിലായി കാലഘട്ടം മാറി, ഇത് ന്യൂ ജനറേഷൻ പിള്ളേരാണെന്ന്. അപ്പൊ ഞാൻ സാറ് പറഞ്ഞത് ഓർത്തു, ആദ്യം നമ്മള് അവരുടെ കൂടത്തിലാവുക, അവരെ കയ്യിലെടുക്കുക. ചില സമയം എനിക്ക് ദേഷ്യം വന്ന് ഇവരെ പിടിച്ചൊരു കുത്തുകുത്താനൊക്കെ എനിക്ക് തോന്നി. പിന്നെ സാറ് പറഞ്ഞതുപോലെ പതിയെ ഇവരിൽ ഒരാളാകുക, ഇവരെ സോപ്പിടുക അല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലാന്ന് മനസ്സിലായി. അപ്പോഴും ഞാൻ സാറ് പറഞ്ഞത് ഓർത്തു. സാറ് പറഞ്ഞതുപോലെ ഇവരെ കയ്യിലെടുക്കുകയല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെ പതിയെ പതിയെ ഞാൻ അവരുടെ കൂടെ നിന്നു. ഇപ്പൊ അതുകൊണ്ട് അവര് ഞാൻ പറഞ്ഞ അനുസരിക്കും, കുഴപ്പമില്ലാതെ പോകുന്നു. അടുത്ത വെള്ളിയാഴ്ച വരെ ഉള്ളൂ. അടുത്ത വെള്ളിയാഴ്ച വരെ ഉള്ളപ്പോ ഇപ്പൊ എനിക്ക് ഒരു പോകാൻ വിഷമം, തിരിച്ചു പോകാനൊരു വിഷമം. സത്യത്തിൽ ഇന്ന് വരെ ഉള്ളായിരുന്നു. അപ്പം ഇവിടുത്തെ ഇംഗ്ലീഷ് ടീച്ചർ ലീവ് ആയതുകൊണ്ട് HM അടുത്ത വെള്ളി വരെ നിൽക്കാമോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് ഞാൻ ഒരാഴ്ചയും കൂടെ നിൽക്കുന്നതാണ്. അപ്പൊ പിള്ളേരെല്ലാരും എന്നോട് പോകുമെന്ന് പറഞ്ഞപ്പോ പിള്ളേർക്കും ഒരു വിഷമം, എനിക്കും ഒരു വിഷമം. പോവാലോ എന്ന് പറഞ്ഞപ്പോ എനിക്കും ഒരു വിഷമം. പിന്നെ പിള്ളേരെല്ലാരും എന്നോട് ടീച്ചറിന്റെ ഫോൺ നമ്പർ തരണം, ടീച്ചറുടെ ഫോട്ടോ തരണം, പിന്നെ പിള്ളേരെല്ലാം ടീച്ചറുടെ ബർത്ത്ഡേ ബർത്ത്ഡേയുടെ അന്ന് ഗിഫ്റ്റ് തരാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആദ്യം എനിക്ക് ഇവരുടെ കുരുത്തക്കേട് ഇതൊക്കെ കണ്ടപ്പോ ദേഷ്യം വന്നെങ്കിലും പിന്നീട് ഈ പറഞ്ഞ പോലെ അവരിൽ ഒരാളായി അവരെ അങ്ങനെ പെരുമാറാൻ തുടങ്ങിയപ്പോ അവരെന്നെയും ഞാൻ അവരെയും ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഇപ്പൊ തിരിച്ചു പോകാറായപ്പോ ഒരു വിഷമം, അവർക്കും ഒരു വിഷമം, എനിക്കും ഒരു വിഷമം.
പിന്നെ അതുപോലെ ഉണ്ടല്ലോ, ഈ നമ്മുടെ സ്കൂളിലെ മാത്രമല്ല, നമ്മുടെ ഈ ബാച്ചും ഇത് അവസാനിക്കാൻ പോവാണെന്ന് പറഞ്ഞപ്പോഴൊരു വിഷമ. സത്യത്തിൽ എനിക്ക് ഇന്ന് ക്ലാസ്സിൽ കയറാൻ പറ്റിയല്ലായിരുന്നു. അപ്പോഴാണ് മിനുവിന്റെ മെസ്സേജ് കണ്ടത്. മിനുവിന് ഒരു പ്രത്യേക താങ്ക് യു. കാരണം ആ ഒരു മെസ്സേജ് കണ്ടതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓടി വന്ന് ഈ ക്ലാസ്സിൽ കയറിയത്. പക്ഷെ മിനുവിന്റെ ആ മെസ്സേജ് കണ്ടപ്പോൾ ഒരു ഭയങ്കര വിഷമമായോ, ക്ലാസ് തീരുവാണല്ലോ, ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ 100 പേരുണ്ട്, 100 പേര് 100 പേർക്ക് പിരിയുകയാണ്, അങ്ങനെയൊക്കെ ഒരു വിഷമം. സാറിന് ചിലപ്പോൾ അത്ര വിഷമം വരില്ല, കാരണം സാറിന് ഇനിയും പുതിയ ബാച്ച് കുട്ടികൾ വരും. പക്ഷെ ഞങ്ങളൊക്കെ വീണ്ടും വീട്ടമ്മമാരായിട്ട് എന്താ കേരളത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് വീണ്ടും പിരിയും. അതോർത്തപ്പോ ഒരു വിഷമം. ഞാൻ പിടിച്ചു നിൽക്കുന്നതാണ്. മനുഷ്യനല്ലേ, നിങ്ങൾ പറയുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നതാണല്ലേ. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നത് അത് എനിക്ക് ചകാരത്തിൽ വളരെ ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്ന കേസുള്ളതല്ലേ. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു കാര്യം പറഞ്ഞത് എനിക്ക് പറഞ്ഞ പോലെ അത് ഒരു അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടായിട്ടുള്ള കുട്ടികളായിരിക്കും. അപ്പൊ അത് സ്വാഭാവികമായിട്ട് ആ ഒരു മെന്റലി അറ്റാച്ച്മെന്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ എന്റെ വാക്കുകളിലോ പ്രവൃത്തി സംസാര രീതികളിലോ വായിച്ചിട്ടുണ്ടാവും. അതുകൂടി ഞാൻ പറയാം. ഇപ്പൊ വിഷമം വരുമ്പോ പണിത പുറത്തൊന്നുമല്ല, പക്ഷെ പറയുന്നു ആ എംപി തൊഴിലുണ്ടായിരുന്ന കുട്ടികൾ എന്ന് പറഞ്ഞു അങ്ങനെ പറയാം. പിന്നെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കിയേക്കണം. ഏറ്റവും അവസാനത്തെ ക്ലാസ്സുകളിലാണ് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നത്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കിയേക്കണം. ആ മോഡിലുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപക്ഷെ പരീക്ഷയ്ക്ക് വന്നേക്കാം. പറഞ്ഞത് അതൊക്കെ ലാസ്റ്റ് ക്ലാസ്സുകളിൽ ഒരു 4 ഓക്കേസ് ഉണ്ട്. അതൊന്ന് കൃത്യമായിട്ട് നോക്കിയേക്കാം. അത് പറയാം. പിന്നെ അതിനോടൊപ്പം തന്നെ നിങ്ങൾ കാണിച്ച എല്ലാ സ്നേഹത്തിനും ഞാൻ ഒരുപാട് പ്രത്യേകമായിട്ട് എന്തൊക്കെ പറയുന്നത് വളരെ നല്ല രീതിയിലുള്ളൊരു ബാച്ചായിരുന്നു. അത് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാവുന്ന ടൈം ആയിരുന്നു. പിന്നെ ഡിഫറൻസ് ചെയ്യാൻ പറ്റുന്നത് നന്നായിട്ട് അറിയാവുന്നവരും അറിവ് കുറഞ്ഞ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ച് വ്യാഖ്യാനങ്ങളുണ്ടായിരുന്നു. യെസ്, നിങ്ങൾ പറഞ്ഞിട്ടുള്ള നല്ല വാക്കുകളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. യെസ്, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇതിലിപ്പോ ഡിപ്ലോമ കുട്ടികളും ഇതിലുണ്ടാവൂലോ. ഇപ്പൊ ഈ നമ്മുടെ ഇപ്പൊ ഇതിന് അടുത്ത ക്ലാസ് തൊട്ട് ഇനി ഇല്ലെന്നല്ലേ പറഞ്ഞേ. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും ജോലി കിട്ടട്ടെ. പഠിച്ചിറങ്ങുന്ന എല്ലാവരും എവിടെയെങ്കിലും ഒക്കെ ജോലിയിൽ തന്നെ ഇരിക്കട്ടെ. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് എന്നെങ്കിലും